1781 ടിപ്പു സുൽത്താൻ ഇവിടെ 70 അടി ഉയരത്തിൽ ഒരു അണ തീർക്കുവാൻ തീരുമാനമെടുത്തിരുന്നതായി 1911 അണക്കെട്ടിനായി മണ്ണു നീക്കിയപ്പോൾ ലഭിച്ച പേർഷ്യൻ ഭാഷയിലുള്ള ഒരു ശിലാഫലകം വെളിപ്പെടുത്തുന്നു. ഈ ശിലാഫലകം ഇന്ന് അണക്കെട്ടിൻ്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. സെന്റ് ഫിലോമിന പള്ളി ഭാരതത്തിലെ പ്രസിദ്ധ ക്രിസ്തീയ ദേവാലയങ്ങളിലൊന്നാണ് സെന്റ് ഫിലോമിന പള്ളി എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയാവില്ല. ക്ലാസിക്കൽ പെർപെൻഡിക്കുലർ ഗോഥിക് ശൈലിയിൽ പടുത്തുയർത്തിയ ഈ സുന്ദര ദേവാലയത്തിന് 1933 ഒക്ടോബർ 28 മഹാരാജാവായിരുന്ന കൃഷ്ണരാജ ഒഡയാർ ശിലാസ്ഥാപനം നടത്തി. ഇതിൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ കണ്ണെത്താത്തത്ര ഉയരത്തിൽ ആകാശചുംബിയായ ഇരട്ട ഗോപുരങ്ങളുണ്ട്. അറ്റം കൂർത്ത ഈ ഗോപുരങ്ങൾക്ക് ഭൂനിരപ്പിൽ നിന്നും 175 അടി ഉയരമുണ്ട്. തൂണുകളിൽ മടക്കി വെച്ച പോലെയുള്ള അലങ്കാര വേലകൾ മനം കവരുന്നവയാണ്. റോമൻ ചക്രവർത്തിയായിരുന്ന ഡിയോക്ലൈറ്റൻ ഗ്രീക്ക് സുന്ദരിയായിരുന്ന ഫിലോമിനയിൽ അനുരക്തനായി. എന്നാൽ താൻ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവളാണെന്ന് ഫിലോമിന വെളിപ്പെടുത്തിയിട്ടും അയാൾ അവളെ ഒരുപാട് ശല്യപ്പെടുത്തി. ഇങ്ങനെ ഈ ദേവാലയത്തിന് പിന്നിൽ ഒരുപാട് കഥകൾ ഒളിഞ്ഞിരിക്കുന്നു. അഠാര കച്ചേരി ഈ ജില്ലാ ഭരണ നിർവഹണ കാര്യാലയം വളരെ മനോഹരമാണ്. ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇതിൻ്റെ തലയെടുപ്പ് ഒന്നുകൂടി വർദ്ധിക്കുന്നു. ഏകദേശം 93 ഏക്കർ വെളിം പ്രദേശത്തിന് നടുക്കാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിക്കാൻ അക്കാലത്ത് ചെലവഴിച്ചതാകട്ടെ സുമാർ 1.25 ലക്ഷം രൂപയായിരുന്നു. മധ്യഭാഗത്തെ ഗോപുരവും അതിനു മുകളിൽ കാണുന്ന ശംഖാകൃതിയിലുള്ള കലശവും ഈ കെട്ടിടത്തിന് കൂടുതൽ പകിട്ടേക്കുന്നു. ഈ കാര്യാലയത്തിൻ്റെ മുൻഭാഗത്ത് സർ ജെയിംസ് ഗോർഡൻ്റെ ഒരു സുന്ദരമായ പ്രതിമ എഴുന്നു നിൽക്കുന്നു. ഉയർത്തിക്കെട്ടിയൊരു വേദിയുടെ മുകളിലാണ് പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ആരാണ് ഈ ഗോർഡൻ എന്നല്ലേ? മുമ്മുടി കൃഷ്ണരാജ ഒഡയാരുടെ കാലത്ത് രാജഭരണത്തിൻ്റെ കടിഞ്ഞാൻ മൈസൂർ രാജാക്കന്മാർക്ക് നഷ്ടമാവുകയും മൈസൂർ രാജ്യം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. പിന്നീട് ഈ നാടിൻ്റെ ഭരണം മൈസൂർ ഭരണാധികാരികളായ ഒഡയാർ രാജകുടുംബത്തിന് തിരികെ ലഭിക്കാനായി പ്രവർത്തിച്ചവരിൽ മുഖ്യനായിരുന്നു സർ ജെയിംസ് ഗോർഡൻ. രജത ജൂബിലി ഘടികാരം 1927 മഹാരാജ കൃഷ്ണരാജ ഒഡയാർക്ക് 25 വർഷം പൂർത്തിയായ വേളയിൽ നിർമ്മിച്ചതാണ് ഈ ഘടികാരം. സമചതുരാകൃതിയിൽ 75 അടി ഉയരത്തിലുള്ള ഈ മഹാഗോപുരത്തിന് മുകളിലുള്ള രാജസ്ഥാൻ രീതിയിലുള്ള ഇൻഡോ സാർസനിക് ശൈലി നയനാഹ്ലാദകരമാണ്. കൊട്ടാരത്തിൻ്റെ ഇടതുവശത്ത് ഗാന്ധി ചൗക്ക, അശോക റോഡ്, അരമന റോഡ് എന്നിവയെ വേർതിരിച്ചുകൊണ്ട് തലയെടുപ്പോടെ നിൽക്കുകയാണ് ഈ കൂറ്റൻ ഗോപുരം. 5 അടി വിസ്താരമുള്ള ഇത്തരമൊരു വലിയ ഘടികാരം കർണാടകത്തിലല്ലാതെ മറ്റെങ്ങും കാണുകയുണ്ടാവില്ല. കൃഷ്ണരാജേന്ദ്ര വൃത്തം 1950 നിർമ്മിക്കപ്പെട്ട ഈ വൃത്തം കൃഷ്ണരാജ ഒഡയാരുടെ പേരിൽ അറിയപ്പെടുന്നു. ഈ കാണുന്ന രാജപ്രതിമ മനോഹരമായി കൊത്തിയെടുത്ത ശില്പി ബോംബെക്കാർ രാജകുമാരി കൃഷ്ണാജമണി ക്ഷയരോഗ ആശുപത്രി. ഈ ആശുപത്രിയുടെ നിർമ്മാണത്തിനു പിന്നിൽ ഒരു കഥയുണ്ട്. മഹാരാജാവായിരുന്ന നാൽവടി കൃഷ്ണരാജ ഒഡയാരുടെ രണ്ടാമത്തെ ജ്യേഷ്ഠ സഹോദരിയായിരുന്നു കൃഷ്ണജാമണി. 1883 ജൂൺ 8 ഇവർ ജനിച്ചത്. 1896 വിവാഹിതരായ ഇവർ 8 വർഷക്കാലത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരാൺകുട്ടിക്കും 3 പെൺമക്കൾക്കും ജന്മം നൽകി. ഇവരുടെ മാതാവായ വാണിവിലാസ സന്നിധാനത്തിന് മകളെ വലിയ കാര്യമായിരുന്നു. അനുജനായ കൃഷ്ണരാജ ഒഡയാറാകട്ടെ സഹോദരിയെ പ്രാണന് തുല്യം സ്നേഹിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ക്ഷയരോഗം ഒരു ദുരന്തമായി കടന്നു വന്ന് കൃഷ്ണാജമ്മണിയെ കീഴ്പ്പെടുത്തി. 1904 നവംബർ 22 തൻ്റെ 21-ാം വയസ്സിൽ അവർ നിര്യാതയായി. വിധിയുടെ ക്രൂരവിനോദം ഇതുകൊണ്ടും തീർന്നില്ല. ഒന്നൊന്നായി ക്ഷയരോഗബാധിതരായി 3 പെൺമക്കളും അമ്മയെ പിന്തുടർന്നു. ഈ ദുരന്തം താങ്ങാൻ രാജാവിനും രാജമാതാവിനും കഴിഞ്ഞില്ല. രാജകുടുംബത്തിൻ്റെ കഥ ഇതാണെങ്കിൽ ഒരു സാധാരണ പ്രജയുടെ അവസ്ഥ എന്തായിരിക്കുമെന്നോർത്ത് മനം നൊന്ത ഇവർ 1918 ഏപ്രിൽ മാസത്തിൽ ഈ ആശുപത്രിയുടെ ശിലാസ്ഥാപനം നടത്തി. 1921 നവംബർ 18 ഈ ആതുരാലയം പ്രജകൾക്കായി സമർപ്പിച്ചു. കോടിക്കണക്കിന് രോഗികൾ ഇവിടുത്തെ സൗജന്യ ചികിത്സയിലൂടെ രോഗമുക്തരായി. അവരെല്ലാം രാജമാതയെ ഇന്നും നന്ദിയോടെ സ്മരിക്കുന്നുണ്ടാവാം. മൈസൂർ സർവകലാശാല കാര്യാലയം വിദ്യാദേവതയായ സരസ്വതീ ദേവിയുടെ ചിത്രം നെറ്റിയിലണിഞ്ഞു നിൽക്കുന്ന ഈ കെട്ടിടം മൈസൂർ സർവകലാശാല കാര്യാലയമാണ്.
1916 നിർമ്മിച്ച ഈ കെട്ടിടം ശുദ്ധമായ യൂറോപ്യൻ നിർമ്മാണ രീതിയിലുള്ളതാണ്. ആകർഷകവും കരുത്തുറ്റതുമായ ഈ കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തെ ഈ പുൽത്തകിടി ഇതിന് മാറ്റു ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു. മഹാരാജ കോളേജ് 1889 നവംബർ 29 മൈസൂർ സന്ദർശിച്ച ഇംഗ്ലീഷ് രാജകുമാരൻ ആൽബർട്ട് ഈ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഒരു നിലയിലുള്ള ഈ കെട്ടിടം കോളേജിനു വേണ്ടി തന്നെ നിർമ്മിച്ചതായിരുന്നു. യുവരാജ കോളേജ് മഹാരാജ കോളേജിൻ്റെ അടുത്ത് തന്നെ യുവരാജാവിൻ്റെ പേരിലുള്ള മറ്റൊരു കോളേജുമുണ്ട്. 1927 ആഗസ്റ്റ് 8 അന്നത്തെ മൈസൂർ സർവകലാശാല വൈസ് ചാൻസലറായ ശ്രീ രാജേന്ദ്രനാഥ് ശീൽ ആരംഭിച്ചതാണ് ഈ കോളേജ്. മഹാറാണി ശാസ്ത്ര കോളേജ് ഈ കലാലയം 1881 സ്ഥാപിതമായി. ഇതിൻ്റെ യഥാർത്ഥ പേര് മഹാറാണി വാണിവിലാസ സന്നിധാനം എന്നാണ്. ഇത് പൂർണ്ണമായി യൂറോപ്യൻ ശൈലിയിലുള്ളതാണ്. ചാമരാജേന്ദ്ര താന്ത്രിക പരിശീലന കേന്ദ്രം 1906 ഇംഗ്ലീഷ് രാജകുമാരൻ ആൽബർട്ട് തറക്കല്ലിട്ട ഈ കെട്ടിടം 1913 പൂർത്തിയായി. അന്ന് 2.5 ലക്ഷത്തോളം രൂപയാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ചെലവായത്. ഇത് ചാമരാജേന്ദ്ര ഒടയാർക്ക് സമർപ്പിക്കപ്പെടുകയും ഇന്നും ഈ കെട്ടിടം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ ചിത്രകലയും മറ്റ് പല ലളിത കലകളും പരിശീലിപ്പിക്കുന്നു. സീതാവിലാസ സത്രം 1842 മുമ്മുടി കൃഷ്ണരാജ ഒടയാർ നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. രാജധാനിയിലേക്ക് ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന സംഗീതജ്ഞർ, കലാകാരന്മാർ, ഗുസ്തിക്കാർ തുടങ്ങിയ അതിഥികൾക്ക് താമസിക്കാൻ വേണ്ടിയാണ് ചാമരാജ നിരത്തിന് സമീപം ഈ സത്രം നിർമ്മിച്ചത്. മൃഗശാല 1892 മഹാരാജാവായിരുന്ന ചാമരാജേന്ദ്ര ഒടയാരാണ് ഈ മൃഗശാല ആരംഭിച്ചത്. ശീബ്രയും ബബൂൺ കുരങ്ങുകളുമാണ് ഈ മൃഗശാലയിൽ ആദ്യമായി എത്തിയ മൃഗങ്ങൾ. ഇവയെ ബോംബെയിലെ മിസ്റ്റർ ഫ്രാങ്ക് ബ്രൗൺ സർക്കസിൽ നിന്നും വാങ്ങിയവയായിരുന്നു. തുടർന്ന് 2 പുലികളെയും ഏതാനും ജാതി പക്ഷികളെയും കൊണ്ടുവന്നു. ഇവിടെയുള്ള അധിക മൃഗങ്ങളെയും പക്ഷികളെയും വില കൊടുത്തു വാങ്ങിയവയാണ്. ചില ഇനങ്ങൾ സമ്മാനമായി കിട്ടിയവയുമുണ്ട്. കൂടാതെ മൈസൂരിലെ സമീപ പ്രദേശത്തെ കാടുകളിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്നവയും ഇതിൽപ്പെടുന്നു. ഈ മൃഗാലയം 1906 നിന്നും 1927 എത്തുമ്പോഴേക്കും 100 ഏക്കറോളം സ്ഥലത്തേക്ക് വികസിച്ചു എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. ഇങ്ങനെ മൈസൂരിലെ ഓരോ കെട്ടിടവും നിരത്തും എന്തിന് ഒരു കല്ലുപോലും തൻ്റെ അപൂർവമായ ഇതിഹാസം വിളിച്ചോതുന്നു. അതിനാൽ തന്നെ മൈസൂർ കലകളുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നു. ദസറ മഹോത്സവം വിജയനഗര മന്നന്മാരുടെ കാലം തൊട്ടേ ആചരിച്ചു വരുന്നു. 1565 വിജയനഗര സാമ്രാജ്യം അസ്തമിച്ച ശേഷം ആ പരമ്പരയും സമ്പ്രദായങ്ങളും ഉത്തരാധികാരികളായ മൈസൂർ ഒടയാർമാർ തുടർന്ന് പോന്നു. 1610 ഭരണത്തിൻ്റെ ചുക്കാൻ പിടിച്ച രാജ ഒടയാർ ദസറ മഹോത്സവത്തിന് നാന്ദി കുറിച്ചു. ഈ ഉത്സവത്തെ തൻ്റെ വംശപരമ്പരകൾ തുടർന്നു കൊണ്ടുപോകണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. നാൽവടി കൃഷ്ണരാജ ഒടയാരുടെ കാലത്തിനു മുമ്പ് ദസറ ഒരു നാടിൻ്റെ മൊത്തം ആഘോഷമായിരുന്നില്ല. കൊട്ടാരം നിൽക്കുന്ന കോട്ടയ്ക്കകത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്നതിനാൽ അത് രാജകുടുംബത്തിൻ്റെ ഒരു സ്വകാര്യ ഉത്സവം മാത്രമായിരുന്നു. പ്രജകൾ അതിൽ പങ്കെടുത്തിരുന്നില്ല. ആ സ്വകാര്യ ദർബാർ ഇന്നും ആചരിക്കുന്നു. അശ്വയുജ ശുദ്ധ പ്രഥമ മുതൽ ദശമി വരെ നടക്കുന്ന ദർബാർ പ്രഥമ ദിനത്തിൽ അംബാവിലാസ തൊട്ടിയിൽ ചാമുണ്ടേശ്വരി ദേവിക്ക് പൂജ അർപ്പിക്കുന്നതോടെ ആരംഭിക്കുന്നു. രാജാവ് തൻ്റെ ഉടവാൾ തൻ്റെ സിംഹാസനത്തിന് സമീപം വെച്ചുകൊണ്ട് 9 ദിനവും സിംഹാസനാരോഹണം നടത്തുന്നു. 1-ാം ദിനത്തിലെ കങ്കണാഭരണത്തിൽ നിന്ന് തുടങ്ങി വിജയദശമി വരെയും ഇത് തുടർന്നു പോകുന്നു. നവരാത്രിയുടെ 7-ാം ദിനം വെള്ളിമണ്ഡപത്തിൽ സരസ്വതി പൂജ, 8-ാം ദിനം ദുർഗാഷ്ടമി, 9-ാം ദിവസം മഹാനവമി. ആ ദിവസം രാജാവ് 32 ആയുധങ്ങളുമായി കൊട്ടാരക്കെട്ടിനകത്തുള്ള സോമേശ്വര ദേവാലയത്തിലേക്ക് ഘോഷയാത്രയായി നീങ്ങുന്നു. തുടർന്ന് രാജാവ് വെള്ളിരഥത്തിൽ ഭുവനേശ്വരി ദേവാലയത്തിലേക്ക് ഘോഷയാത്ര നയിക്കുന്നു.
അവിടെ ബന്നിമരത്തിന് പൂജയർപ്പിച്ച് ആ മരത്തിൻ്റെ ചില്ല വെട്ടി മഹാഭാരത കാലഘട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതോടെ കൊട്ടാരത്തിൻ്റെ സ്വകാര്യ ഉത്സവമായ ദസറ കൊടിയിറങ്ങുന്നു. പണ്ടുകാലത്ത് ഈ സ്വകാര്യ ഘോഷയാത്രയിലും ജനസാമാന്യത്തിന് പങ്കെടുക്കാൻ പറ്റുമായിരുന്നില്ല. അവർ ജംബോ സവാരി കണ്ട് നിർവൃതി അടഞ്ഞിരുന്നു. അമ്പാരിയിലിരുന്ന് രാജാവ് തൻ്റെ സൈന്യം, ആനകൾ, കുതിരകൾ, വാദ്യവൃന്ദം എന്നിവയുടെ അകമ്പടിയോടെ നടത്തുന്ന ഘോഷയാത്രയാണ് ജംബോ സവാരി. രാജഭരണം അസ്തമിച്ചതോടെ അമ്പാരിയിൽ രാജാവിനു പകരം ശ്രീ ചാമുണ്ടേശ്വരി ദേവിയുടെ വിഗ്രഹമാണ് എഴുന്നള്ളിക്കാറുള്ളത്. കൊട്ടാരത്തിൽ നിന്നും 7 കിലോമീറ്റർ ദൂരമുള്ള ബന്നിമണ്ഡപത്തേക്ക് വിവിധ കലാവൃന്ദങ്ങൾ, മനോഹരമായ നിശ്ചല ദൃശ്യങ്ങൾ, വാദ്യഘോഷങ്ങൾ എന്നിവയ്ക്ക് നടുവിൽ വർണ്ണാലങ്കൃതമായ ഗജവീരൻ്റെ പുറത്ത് ചാമുണ്ടേശ്വരി ദേവി എഴുന്നള്ളുന്ന മനോഹര കാഴ്ച കണ്ട് കണ്ണും മനവും കുളിർപ്പിക്കാൻ മഴയെന്നോ വെയിലെന്നോ വകവയ്ക്കാതെ ദേശവിദേശങ്ങളിൽ നിന്നെത്തുന്ന സഞ്ചാരികൾ വേഴാമ്പലുകളെപ്പോലെ മണിക്കൂറുകൾ കാത്തിരിക്കുന്നു. ദൂരദർശനിലൂടെ ലോകത്തിൻ്റെ സകല കോണുകളിലും ജനങ്ങൾ ഈ ആഘോഷം ദർശിക്കുന്നു. കൊട്ടാരത്തിൻ്റെ കോട്ടയ്ക്കകത്ത് സ്വകാര്യമായി ആചരിച്ചിരുന്ന ദസറ ക്രമേണ സാമാന്യ ജനങ്ങൾ ആവേശപൂർവ്വം കൊണ്ടാടുന്ന നാടിൻ്റെ ആഘോഷമായി മാറി. മൈസൂരു ദസറ കേവലം രാജാവിൻ്റെ ആന, കുതിര, കാലാൾ എന്നിവയുടെ പ്രദർശനം മാത്രമല്ലാതെ സാമാന്യ ജനങ്ങളുടെ സമ്പത്തിനെയും പ്രതിനിധീകരിക്കുന്ന നാടിൻ്റെ സാംസ്കൃതിക ഉത്സവമായി മാറി. അന്നു മുതൽ ഇന്നുവരെ സകല പ്രൗഢിയോടെയും ആവേശത്തോടെയും നടന്നു വരുന്ന ദസറ ഇനിയും ഇതേ ഗാംഭീര്യത്തോടെ, നിറപ്പകിട്ടോടെ തുടരട്ടെ. ഈ നാട് ഐശ്വര്യപൂർണമായിരിക്കട്ടെ എന്ന് നാട്ടുദേവതയായ ശ്രീ ചാമുണ്ടേശ്വരി ദേവിയോട് നമുക്ക് പ്രാർത്ഥിക്കാം.